Berezin berus specialitatis. അയ്യോ മഴയാ മഴയാ എവിടെ? നീ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്ക്. മഴയില്ല അപ്പച്ചി. രാവിലെ തന്നെ കണ്ണടിച്ചു പോയ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല മഴ പെയ്യേണ്ടതാണല്ലോ. അതെന്ത്? നീ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു. ആക്കിയതാണല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. പോ അപ്പച്ചി, എനിക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് ഇരുന്ന് പഠിക്കണേ. ടെസ്റ്റാ? എന്തോന്നു? ഇംഗ്ലീഷിന്റെ. പഠിച്ചു കഴിഞ്ഞാ? ഇല്ല. ഇപ്പൊ തുടങ്ങിയോളൂ. അപ്പച്ചി ഒന്ന് പഠിപ്പിച്ചു തരും. ഇവിടെ അവിടെ എനിക്ക് വേറെ പണിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ഇത് കംപ്ലീറ്റ് വേഗം പഠിച്ചു തീർത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ നല്ല ചൂട് ഇടിയപ്പവും മുട്ടക്കറിയും തരാം. ഇടിയപ്പോ? എന്ത്? ഇപ്പൊ എത്ര മണിയായി? ഒരു 7 മണിയൊക്കെ ആയിക്കാണ്. ഷേ, ഇത്ര രാവിലെ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ? ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്കറിയണം, പക്ഷെ നിനക്കങ്ങനെ നേരം കാലമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കാനുള്ള ഒരു മൂടില്ല. മൂടില്ലേ? എനിക്ക് ചായയും മിസ്റ്ററും തരൂ. ചായ മിച്ചറോ? നിനക്ക് വിശക്കുന്ന? വിശക്കണം, നല്ല വിശക്കുന്ന. നല്ല വിശപ്പുണ്ട്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ വിശപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന് പഠിക്കും. അതെന്ത്? അല്ല, വിശപ്പ് സഹിച്ചിരുന്ന് പഠിച്ചാൽ വേഗം തലേക്ക്. അങ്ങനെ കാര്യം പറഞ്ഞേ? അതെനിക്കറിയാടി. ഈ വിശപ്പ് സഹിച്ച് മുണ്ട് മുറുക്കി ചിമ്മിനി വെളിച്ചത്തിരുന്ന് പഠിച്ച ആൾക്കാരൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അത്രയും വലിയ നില എത്തണ്ട. നീ അത്ര വലിയ നിലയിലെത്തണ്ട, നീ ഒരു 1ാമത്തെ നിലയെങ്കിലും എത്തണ്ടേ. നീ ഇപ്പൊ വിശപ്പ് സഹിച്ചിരുന്ന് പഠിക്കും. കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിനക്ക് നല്ല ചൂട് ഇടിയപ്പം മുട്ടക്കറി റെഡിയാക്കി കഴിക്കാം. ഓക്കെ? ഓക്കെ, ചിരിക്കൂലേ? പഠിക്കട്ടെ. പിങ്കി, പിങ്കി, എടി പിങ്കി. എന്ത്? എന്താ അപ്പച്ചി? എടി സത്യം പറ, നീ മുട്ട എടുത്താ? മുട്ടയാ? ഞാൻ മുട്ടയൊന്നും എടുത്തില്ല. അപ്പൊ മുട്ട എവിടെ പോയി? എനിക്കെന്നറിയാം, എനിക്കെന്തിനു മുട്ട? അയ്യോ, നിനക്ക് എന്തിനു മുട്ടാന്ന് അറിഞ്ഞൂടെ? നീ പുളിച്ചെല്ലാം ഉണ്ടായി കഴിച്ചാന്ന്. എനിക്ക് മുട്ടയോട് അങ്ങനെ ആക്രാന്തം നെഹി. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഓംലെറ്റ് ചോദിക്കുമല്ലോ എൻ്റെ അടുത്ത്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, പക്ഷെ ആക്രാന്തം നെഹി. എടി പിന്നെ ആ 10 മുട്ട എവിടെ പോയി? നീ എന്നിട്ട് എന്നെ നോക്കണേ? അപ്പച്ചിയല്ലേ മുട്ട എടുത്ത്? എടി മുട്ട എടുത്തിട്ട് ഞാൻ മുട്ട എവിടെ നിന്ന് അന്വേഷിക്കണം എന്തിന്? അപ്പച്ചി വല്ല ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാൻ മുട്ട വല്ല എടുത്താ? അയ്യോ, ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാനായിട്ട് 10 മുട്ടയല്ലേ എടുക്കണത്? അല്ല, അപ്പച്ചിക്ക് എന്റെ അത്ര സൗന്ദര്യം ഇല്ലല്ലോ, ചിലപ്പോ അങ്ങനെ അസൂയ മൂത്തെങ്ങാനും. വെറുതെ അല്ലേ നീ കണ്ണാടി വെച്ച് നടക്കണത്? തമാശ കളിക്കല്ലേ. നീ മര്യാദയ്ക്ക് പറ, 10 മുട്ട നീ എടുത്താ തിന്നാ എന്ത് ചെയ്ത്? ഞാൻ എടുത്തില്ലെന്ന്. പിന്നെ അത് എവിടെ പോയി? അതെവിടെ പോയി കാണും? എന്തായാലും മുട്ടക്കറി ഇല്ല, ഒരു തേങ്ങാ കറി ഇല്ല. മുട്ടക്കറി ഇല്ലേ? പിന്നെ നിന്നെ പിടിച്ച് പുഴുങ്ങിടട്ടാ. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇന്നിപ്പോ ചൂട് ഇടിയപ്പോ ഓണിയൻ റോസ്റ്റും കഴിക്കും. നിങ്ങളെ ഭർത്താവിനോട് ചൂട് ഇടിയപ്പം തരാം, മുട്ടക്കറി തരാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചിട്ട് അത് മുട്ട കട്ടെടുക്കുമ്പോൾ ആലോചിക്കണേ എന്റെ കള്ളിപ്പിങ്കി. വീട്ടിൽ കയറി വരാനായിട്ട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പച്ചി. പിന്നെ 10 മുട്ട. എന്തോന്ന് പരിപാടി? അത്തപ്പൂട്ടുണ്ട്. എന്ത് വയ്യേ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണ്? എന്ത് എന്നോട്ട് തുടങ്ങി ഈ വർക്കൗട്ട്? ഞാൻ പണ്ടുകൊണ്ട് ചെയ്യോടി, നീ ഇതൊന്നും കാണാത്തതിൽ. അല്ല, ഈ വർക്കൗട്ട് മാത്രം മതിയോ? ഫുഡൊന്നും വേണ്ടേ? ഫുഡ് വേണോടി, കഴിക്കണം. സാധാരണ ഏത് ഫുഡാ കഴിക്കാറ്? കാണാൻ തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതല്ല, ഈ വർക്കൗട്ട് ചെയ്യുമ്പം ഇതിനുള്ള ഡയറ്റ് ഇല്ലേ, അതെന്താ കഴിക്കാറ്? ചിക്കൻ ബ്രസ്റ്റ്, എഗ് വൈറ്റ്, മുളപ്പിച്ച പയർ, അങ്ങനെയൊക്കെ കഴിക്കണം. കഴിക്കണോ അല്ലേ? കഴിച്ചില്ലേ അപ്പൊ? ഇവിടെ കഴിക്കണ്ട, എന്റെ അപ്പച്ചി വല്ലതും തരണ്ടേ? അവക്ക് ഇതുവല്ല അറിയാം. തന്നില്ലെങ്കിൽ എടുത്ത് കഴിക്കണം. കറക്റ്റ്. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, നീ ഒരു കാര്യം ചെയ്യും, നൈസിനെ പോയിട്ട് ഒരു 5 മുട്ട പേപ്പർ പൊതിഞ്ഞ് കൊണ്ടുപോകും. കഴിക്കാം. ശരി. മുട്ടയില്ല. ഇല്ല. മുട്ടയില്ലേ? ഇല്ല. പോളി കിടന്നു. ഞാൻ ഇന്നലെ അങ്ങോട്ട് എണ്ണി വെച്ചാണല്ലോ 10 മുട്ട. 10 മുട്ട ഉണ്ടായിരുന്നു. ഒരു മുട്ട പോലും ഇപ്പൊ ഫ്രിഡ്ജിനകത്തില്ല. ആര് പറഞ്ഞു?
10 മുട്ട ഉണ്ട് എനിക്കറിയാം. സത്യം പറ, എന്റെ കണ്ണിലോട്ട് നോക്ക്. നിങ്ങളല്ലേ മുട്ട എടുത്തേ? നിങ്ങൾ തന്നെ അതാ കണ്ണ് എന്റെ ഇപ്പുറത്തോട്ട് പോയി, കൃഷ്ണമണി ഇപ്പുറത്തോട്ട് പോയി. നിങ്ങൾ തന്നെ മുട്ട എടുത്ത് 10 മുട്ട മൊത്തം തിന്നിട്ട് ഇരിക്കണുണ്ടല്ലേ മുട്ട കള്ളൻ. നിനക്ക് എന്തായാലും വേണ്ട കിറുക്ക. എനിക്ക് കിറുക്ക് കണ്ടുപിടിക്കും മക്കളെ, ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്റെ പുലിനട വീടാണേ, എന്റെ മുട്ട പപ്സാണ്, എന്റെ മിൽക്ക് ഷേക്ക് ആണേ സത്യം. ഈ മുട്ട കട്ടവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇവക്ക് പ്രാന്ത എന്തിനാണെന്ന് തോന്നുന്നു. അങ്ങനെ വരായിരിക്കും. അങ്ങനെയല്ലേ മോള്.